മത്തി അല്ലെങ്കിൽ ചാള ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? കറിച്ചട്ടി കാലിയാകുന്നത് അറിയില്ല. സൂപ്പർ ടേസ്റ്റിൽ മത്തിക്കറി നമുക്ക് എങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ മത്തി നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി, എത്രയാണോ നിങ്ങളുടെ വീട്ടിൽ പുളി ആവശ്യമായിട്ടുള്ളത് അത്രയും പുളി എടുക്കാൻ ശ്രദ്ധിക്കുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി തന്നെ കറിക്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് തേങ്ങ, 2 ചെറിയുള്ളി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഇത്ര തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ കാണിച്ച പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് അടച്ച് വയ്ക്കാം, ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. നേരത്തെ കാണിച്ച തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങയുടെ അരപ്പ്, പുളിവെള്ളം എന്നിവ ചേർക്കുന്നതിനൊപ്പം തന്നെയാണ് മത്തി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് തിള വന്ന് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രുചികരമായ മത്തി സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതുപോലെ മത്തിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം. സ്വാദിഷ്ടമായ മത്തിക്കറി തയ്യാറായിട്ടുണ്ട്. മത്തിയല്ലാതെ വേറെ ഏത് തരം മീനും ഇതുപോലെ കറി വയ്ക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈ കറി. ട്രൈ ചെയ്ത് നോക്കണേ.